ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും അപ്പവും കൂടി നമ്മുടെ ഷോപ്പിലേക്ക് പോണതാണ് കേട്ടോ. അപ്പോൾ ടൈം നല്ലോണം വൈകി, അതുകൊണ്ട് അപ്പ സൈക്കിളിൻ്റെ ബസ് സ്റ്റോപ്പ് വരെ ആക്കി തന്നെ കേട്ടോ. പിന്നെ അപ്പു ആണെങ്കിൽ സൈക്കിളിൻ്റെ പുറകെ ഓടി വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ടൈം വൈകിയോണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. മുഖത്ത് ഞാൻ കണ്ണ് പോലും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒരു പൊട്ട് മാത്രം തൊട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോഴാണെങ്കിൽ എൻ്റെ ഷൂ ലേസ് അഴിഞ്ഞു പോയി. അപ്പം എൻ്റെ സ്നേഹനിധിയായ എൻ്റെ അനിയൻ എനിക്ക് ഷൂ ലേസൊക്കെ കിട്ടി തന്നെ കേട്ടോ. അപ്പോഴേക്കും ബസ് വന്ന് ഞങ്ങൾ ബസ് ഇറങ്ങി നമ്മുടെ ഷോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അങ്ങനെ മമ്മി പറയുന്നതായിരിക്കും ഗായ്സ്. ഞാനിവർ വരുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോഴാണെങ്കിൽ അവൻ ഓടി വരുന്നുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാതെയാണ് രണ്ടുപേരും പോകുന്നത്. അപ്പോൾ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. ഏറ്റവും കൂടുതൽ ഇഷ്ടവും ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അനീറ്റയുടെ കൂട്ടുകാരിയുടെ ഉമ്മയുടെ വീട് ഇവിടെ അടുത്തായിരുന്നു. അപ്പോൾ അവളുടെ കൂട്ടുകാരി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു, ഉമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അനീറ്റ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവളുടെ കൂടെ അവളുടെ വീട്ടിലോട്ട് പോയിട്ടോ. ഞാൻ കുടിച്ചു എൻ്റെ വെള്ളത്തിൻ്റെ ഭാഗ്യണ്ട. അപ്പം എന്നോട് ഇഷ്ടമാണെങ്കിൽ തെളിച്ചത് കുടിക്കും. അല്ലല്ല കുടിക്കടി കുടിക്ക് ഗായ്സ്. ട്രൂലബ് 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 തുപ്പി. ഷോപ്പിലിരുന്നാൽ ബോറടിക്കുമെന്ന് പറഞ്ഞാണ് കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ദിൽഷയെ കൂടാതെ ദിൽഷയുടെ അനിയനും കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ടാണ് കേട്ടോ എൻ്റെ ഷോപ്പിലേക്ക് തിരിച്ചെത്തിയത്. അങ്ങനെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി തിരിച്ച് ഷോപ്പിലെത്തി കേട്ടോ. അങ്ങനെ അപ്പോൾ വീട്ടിൽ പോകാനുള്ള ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളാണ് അനീറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് സെൻട്രൽ മാളിലേക്കാണ് കേട്ടോ. മാളിൽ ചെന്നിട്ട് നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങൾക്കൊക്കെ നല്ലോണം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടല്ലേ സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. എന്നിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഞാനും പിള്ളേരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാനും അനീറ്റയും കഴിക്കാനിരുന്നത് ചിക്കൻ നൂഡിൽസായിരുന്നു, ചിക്കൻ കറിയും. അപ്പൂസിനാണെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ കറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാനൊരുങ്ങി കേട്ടോ. കാരണം സമയം ഏകദേശം 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരം ആയതുകൊണ്ട് ബസ്സൊക്കെ ഉണ്ടാവുമോ അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പുറത്ത് പോകലെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോപ്പിംഗ്, അത് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ.